Hi friends, welcome to Pluto Creations. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലൊരു പാത്രമാണ്. ഒരു ജഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫുള്ളായിട്ട് ചിരട്ട കൊണ്ടാണ്. അതായത് ചിരട്ട മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കണ്ടുകൊണ്ട് ഒരുമാതിരി അത്ഭുതങ്ങളൊക്കെ പോലെ ഉണ്ടല്ലേ. ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചെറുതായിട്ടൊന്ന് മെനക്കെടാൻ പറ്റുമെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് വെറും 2.5 തേങ്ങയുടെ ചിരട്ട മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് നേരെ വർക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ചിരട്ട കൊണ്ടുള്ള ജഗ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഒരു തേങ്ങ തന്നെയാണ്. ഞാനിപ്പോൾ ഫുള്ള് തേങ്ങ എടുത്തിട്ടുണ്ട്. പൊട്ടിച്ച തേങ്ങ പറ്റത്തില്ല, ഫുള്ള് തേങ്ങ എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എക്സ്ട്രാ വേറെ കുറച്ച് ചിരട്ടകളും ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ചിരട്ടയും അതുപോലെ തന്നെ തേങ്ങ കട്ട് ചെയ്യാനായിട്ട് ഒരു ആക്സോ ബ്ലേഡ് വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ജഗ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ തേങ്ങയ്ക്കകത്ത് വെള്ളം മാറ്റുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് തേങ്ങയുടെ ഈ വായ്ഭാഗം, ഇതിൽ 3 കണ്ണിൽ ഒരെണ്ണം ഇതിൻ്റെ വായാണ്. അപ്പോൾ അത് ഒരെണ്ണം നമുക്കിങ്ങനെ തുളച്ചിട്ട് അതിനകത്ത് വെള്ളം എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം എടുത്ത് മാറ്റിയിട്ടുണ്ട്. തേങ്ങയുടെ വെള്ളത്തിനകത്ത് ഇഷ്ടംപോലെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഒരിക്കലും ഇത് കളയാൻ പാടില്ല. ഇനി നമുക്ക് നമ്മുടെ വെള്ളം മാറ്റി തേങ്ങ എടുക്കാം. ഈ തേങ്ങയുടെ എന്തോരം ഭാഗമാണ് നമുക്ക് ഇതിൻ്റെ വാവട്ടമായിട്ട് വേണ്ടത് അത്രയും ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. കട്ട് ചെയ്യുന്നതിന് ഒരിക്കലും ഈ താഴ്ഭാഗം കട്ട് ചെയ്യരുത്. ഇതിൻ്റെ ഈ കണ്ണുള്ള ഭാഗം മാത്രമാണ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തോരം ഭാഗമാണ് ഇതിന് വാവട്ടം വേണ്ടത് അത്രയും ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ആക്സോ ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ കട്ട് ചെയ്ത് നേരെ ഇപ്പുറം വരെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഈ ചിരട്ട മാത്രം ഇങ്ങനെ നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ചുറ്റിന് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ അങ്ങ് അടുത്ത് കളഞ്ഞാൽ നമുക്കിത് ഇതുപോലെ തുറന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള തേങ്ങ എടുത്ത് കളയാന്നുള്ളതാണ്. അതിനായിട്ടൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തിയോ എന്തെങ്കിലും സാധനം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് തേങ്ങ എല്ലാം കൊത്തി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തേങ്ങയൊന്നുമില്ല, എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഇനി നമുക്ക് കുറച്ച് സാൻഡ് പേപ്പറാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ആ സാൻഡ് പേപ്പറിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഉരച്ച് സ്മൂത്ത് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. ഇപ്പം നമ്മൾ ഈ തേങ്ങയുടെ പുറഭാഗം മുഴുവൻ നന്നായിട്ടൊന്ന് ഉരച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കാനുള്ള ഇതിൻ്റെ അകഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകം ഇനി എങ്ങനെ വൃത്തിയാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകഭാഗം ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ സാൻഡ് പേപ്പർ എടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു 140 ഗ്രിറ്റിൻ്റെ സാൻഡ് പേപ്പറാണ്. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഒരു പേപ്പറിൻ്റെ സാൻഡ് പേപ്പർ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകഭാഗം ക്ലീനായി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ചിരട്ട പുറഭാഗം എല്ലാം നന്നായിട്ട് സാൻഡ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ അകഭാഗം നന്നായിട്ട് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഇതുപോലൊരു ചിരട്ട എടുക്കുക എന്നുള്ളതാണ്. ഇനി ഈ ചിരട്ടയുടെ ഈ ഒരു സൈഡ് ഭാഗം നമുക്കൊരു പീസ് വട്ടത്തിൽ വെട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇവിടെ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മൾ ഈ ചിരട്ടയ്ക്ക് ഇരിക്കാനായിട്ടൊരു ബേസ് ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്കൊന്ന് സ്മൂത്ത് ആക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു പീസ് ഇവിടെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഭാഗം നല്ല മിനുസമാക്കി നല്ലൊരു ഫ്ലാറ്റ് സർഫസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ചിരട്ടയുടെ അടിഭാഗത്ത് ഇരിക്കാനുള്ളതാണ്. ഞാനിപ്പോൾ ഈ ചിരട്ടയുടെ അടിഭാഗവും ഇവിടെ നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഭാഗം കൂടെ ഇങ്ങനെ നമുക്ക് കൂട്ടി വെക്കാനുള്ളതാണ്. അപ്പോൾ ഈ ചിരട്ടയ്ക്കൊരു ബേസ് ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി ഒട്ടിച്ച് വെക്കാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ചോട് ഭാഗം ഇവിടെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. സാധാരണ സൂപ്പർ ഗ്ലൂ വെച്ച് തന്നെയാണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നിലത്തിരിക്കുന്ന രീതിയിലൊന്ന് ലെവലാക്കി എടുക്കാം ഇതിൻ്റെ അടിഭാഗം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് നിലത്തിരിക്കുന്ന പോലെ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചോട്ടിലൊരു പീസ് വെച്ചുകൊണ്ട് ഇപ്പോൾ ലെവലായിട്ടുണ്ട്. നന്നായിട്ട് നിലത്തും ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഭാഗത്തായിട്ട് വെള്ളമൊക്കെ ഒഴിക്കാവുന്ന രീതിയിൽ ഒരു പാത്തി ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് മറ്റൊരു ചിരട്ടയാണ്. അപ്പോൾ കണ്ണില്ലാത്ത ഭാഗമാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു മൂല, ഇപ്പോൾ ഈ ഒരു ചിരട്ട നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മുഴച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം കൂട്ടിയാണ് നമ്മളിങ്ങനെ ഒരു ആംഗിളിൽ ചെരിച്ച് കട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തായിട്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് കയറുന്ന പോലെ. ഓക്കെ, അപ്പോൾ നമുക്കിനി അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ വായ്ഭാഗത്ത് വെക്കാനായിട്ട് ഇതുപോലൊരു പീസ് റെഡിയാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി ഇതിങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് ഒട്ടിച്ചാൽ ഇങ്ങനെ ഒരു പാത്രമായി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഇടഭാഗത്തായിട്ട് നമുക്കൊന്ന് ഫില്ലാക്കാനായിട്ട് ഈ ചിരട്ട നമ്മൾ ഉരച്ച അതേ പൊടി തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഭാഗത്ത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് സൂപ്പർ ഗ്ലൂ വെക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് ഫില്ലായി കിട്ടും. ഓക്കെ, നമുക്കിനി അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു
പിടിയും കൂടെ ഫിറ്റ് ചെയ്താൽ നമ്മുടെ ചിരട്ടയുടെ ജഗ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇടയൊന്ന് ഫില്ല് ചെയ്ത് ഒരു പിടിയും കൂടെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഇടയ്ക്ക് ഇടയൊന്നുമില്ല. പിന്നെ ഒരു ചെറിയൊരു ചിരട്ടയുടെ മറ്റൊരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് പിടി പോലെ ഫിറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇതിൻ്റെ സൈഡിൽ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ മഗ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ചിരട്ടയുടെ പീസ് വെട്ടിയെടുത്തിട്ട് അതിന് മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ട്രയാങ്കിൾ പീസും കൂടെ വെട്ടി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഇത് അടച്ചു വെക്കാനും പറ്റും. ഇനിയിപ്പോൾ ഇതിന് കുറച്ച് കളറിൻ്റെ കുറവുണ്ട്. അതായത് ഇച്ചിരി നരച്ച കളറാണ് ഇതിന്. ഇതൊന്ന് റെഡിയാക്കാനായിട്ട് നമുക്ക് ഇതിൽ ഒരു കോട്ട് ഓയിൽ അടിക്കാം. ഞാനിപ്പോൾ ഇവിടെ അടിച്ചേക്കുന്നത് ഒരു കോട്ട് ഓയിലാണ്. അപ്പോൾ ഓയിലിന് പകരം വുഡ് ഫിനിഷ് ഒക്കെ അടിക്കുകയാണെങ്കിൽ ഈ തിളക്കം പോകാതെ തന്നെ അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പോൾ ഈ ഓയിലൊരു കുറച്ച് ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് വലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിരട്ട കൊണ്ടുള്ള ജഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ചിരട്ട ഉപയോഗിച്ച് ഒരു ജഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന്. ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഡിസൈൻ ഞാൻ ചെയ്തതേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ചെയ്യുമ്പോഴത്തേനും അവരവരുടേതായിട്ടുള്ള ഡിസൈൻ ഇത് കൊണ്ടുവരുമ്പോഴത്തേനും വളരെ ബ്യൂട്ടിഫുള്ളായി മാറും ഇത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വെറുതെ കാണുന്ന രീതിയിൽ, അതായത് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അതല്ല ഇപ്പോൾ ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ ഇതിനകത്ത് വേണം വെള്ളം ഒഴിച്ച് വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കോഫി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് വെക്കാൻ പറ്റും. ഇതിപ്പോൾ ചിരട്ട ആയതുകൊണ്ട് തന്നെ വളരെ നാച്ചുറലാണ്, അതുപോലെ ഹെൽത്തിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ് ഈ ചിരട്ട. ചിരട്ട കൊണ്ട് ഇത്രയും വലിയൊരു സാധനം, അതായത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ബൗളുകൾ വരെ ചിരട്ട കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലുള്ള ക്രാഫ്റ്റുകളൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത തവണ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് കാണുന്നവരെ ബൈ ബൈ.